നമസ്കാരം. കേരളത്തിലെ മിമിക്രിക്കാരെ കൊണ്ട് കേരളത്തിൽ മറ്റു ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. ഒരുപാട് മിമിക്രിക്കാർ ഇപ്പോൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 3 പ്രവാസികൾ ഇവിടെ ഒരു കൊച്ചു മിമിക്രി അവിടെ അവതരിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് മലപ്പുറത്ത് നിന്നും വന്ന ഷക്കീൽ ബാബു. അടുത്തതായിട്ട് നമ്മളോടൊപ്പം ചേരുന്നു ഖമറുദ്ദീൻ മലപ്പുറം. അതെ, നമുക്ക് ഇവനെ പരിചയപ്പെടാം. വടകരയിലുള്ള അയ്യൂബ് ഖാനാണ്. ആദ്യം നമുക്ക് ഷക്കീൽ ബാബുയുടെ KP ഉമ്മറിന്റെ ശബ്ദത്തിലൂടെ തുടങ്ങാം. മോളിശാരദേ, കഥക് തുറക്കാൻ ഞാൻ ഒരു വികാര ജീവിയാണ്. കഥക് തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കും. അടുത്തതായിട്ട് നമ്മുടെ ലീഡറുടെ ശബ്ദവുമായിട്ട് ഖമറുദ്ദീൻ. कोई शायद जाएंगे कैसे शायद हिंदू नहीं समझिया आए शादी എന്റെ ഉമ്മൻചാണ്ടി ഞാൻ ഇരുന്നോ 5 കൊല്ലം ഈ തേക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ ഇല്ലെങ്കിലും എൻ്റെ മോനുണ്ട്, ഞാനവനെ വളർത്തും കേട്ടോ. അടുത്തത് അയ്യൂബ് വടകര ജനാർദ്ദനൻ. അടുത്തതായിട്ട് ഷക്കീൽ ബാബു നമ്മുടെ മുന്നിൽ വീണ്ടും എത്തുകയാണ് പ്രേംകുമാറിന്റെ ശബ്ദവുമായി. ചുറ്റുണ്ടടി എന്താണെന്നല്ലേ ഒതലങ്ങ അമ്മാവ്. അടുത്തതായിട്ട് ഖമറുദ്ദീൻ വീണ്ടും ഒരു താരത്തിൽ ശബ്ദമായിട്ട് വരികയാണ്. ഇത് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുക ആരതാണെന്ന്. അമ്മാവിന് നമുക്ക് ഇത് കൊച്ചല്ല ഞാൻ സ്കൂളിൽ പോകുന്ന അടുത്തത് അയ്യൂബ് വടകര വിജയരാഘവൻ. അപ്പൊ ഒരു കല്യാണമൊക്കെ കഴിക്കണോ? പണ്ട് ബോംബെന്നും ദില്ലിന്നൊക്കെ കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ കുത്തൊഴിക്കായിരുന്ന അവരൊക്കെ ഇടിച്ച് പെരുമാറിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഖമറുദ്ദീൻ വീണ്ടും ഒരു ശബ്ദമായിട്ട് നിങ്ങൾ മുന്നിലെത്തുകയാണ്. വീണ്ടും ഷക്കീൽ ബാബു നിങ്ങൾ മുന്നിലെത്തുകയാണ്. മിസ്റ്റർ മാലാരണിക്കർ. കാറ്റോളക്കാരെ പൂച്ച പച്ചവെള്ളം കണ്ടാ പോച്ചും. അടുത്തതായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നമ്മുടെ പഴയകാല നടൻ കോളേജ് കുമാരൻ അവതരിപ്പിച്ചു. വയസ്സായി അവതരിപ്പിച്ച നമ്മുടെ മലയാളത്തിന്റെ പ്രിയങ്കരനായ പ്രേം നസീർ അവതരിപ്പിക്കുന്നു അയ്യൂബ് ഖാൻ. അങ്ങനെയല്ല, ഇങ്ങനെ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ പറഞ്ഞാലും നിന്റെ താലിയിൽ ഞാൻ കഴുത്ത് കെട്ടിയിരിക്കും, നിന്റെ കൈറ്റിൽ ഞാൻ താലി കെട്ടിയിരിക്കും. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. ഖമറുദ്ദീൻ മലപ്പുറം ഇന്ദ്രൻസിനെ അവതരിപ്പിക്കുന്നു. ഇത് ഞാൻ തെളിയിക്കും, ഇന്നെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാള്. ഇത് സത്യം സത്യം. അടുത്തത് അയ്യൂബ് വടകര മധുവിനെ അവതരിപ്പിക്കുന്നു. ഇടികറുത്തമ്മേ, നാളെ നിന്റെ കല്യാണമാണെന്ന് പറയുന്ന കേട്ട കഴിയും. കല്യാണത്തിന്റെ ചെറിയ ദിവസം ബിരിയാണിയാണോ അതോ ചപ്പാത്തിയാണോ? പെണ്ണുങ്ങൾ ഇങ്ങനെയാ, പിണങ്ങിയാലോ മുഖം ഇങ്ങനെ വീർത്ത് വരും.
പെണ്ണുങ്ങൾ ഇണങ്ങിയാലോ വയറിങ്ങനെ ഉയർത്തി വരും. അടുത്തതായിട്ട് ഈ മിമിക്രി ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് പെണ്ണുങ്ങളുടെ ഒരു താരമായി മാറിയ ആമിന താത്തയുടെ ശബ്ദത്തിലൂടെ ഇവിടെ നിർത്തുകയാണ്. ആ കപ്പലാണ് മോനെ കപ്പല്, വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കും. അതാണ് മോനെ കപ്പലിന്റെ പ്രത്യേകത.